നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്നത്തെ പ്രൊമോ അല്ല, നാളത്തെ പ്രൊമോ. നാളത്തെ എപ്പിസോഡ് മിക്കവാറും കരച്ചിലും പിഴിച്ചിലുമായിരിക്കും. അങ്ങനെ സാഗറിന് അലികയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെന്തായാലും നന്നായി. ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇനി നഷ്ടപ്പെടാനുള്ളത് മാനസിക മാത്രമാണ്. അതുകൊണ്ട് മാനസികയുടെ കഷ്ടകാലം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഞാൻ കാത്തിരിക്കുന്നത് കൃഷി സാഗറിന്റെയും സുജാതയുടെയും യഥാർത്ഥ മകനാണെന്ന് തിരിച്ചറിയുന്ന എപ്പിസോഡിന് വേണ്ടിയാണ്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്കത് പ്രതീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് സാഗർ പതിവില്ലാതെ രാവിലെ എഴുന്നേറ്റ് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയാ സംസാരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയ്ക്ക് സുജാതയ്ക്ക് കൃപയ്ക്കൊക്കെ എന്തൊരു സംശയം തോന്നുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃപയോട് എനിക്ക് ഇന്ന് നല്ല വിശപ്പുണ്ട്, ഒരു കാര്യം ചെയ്യേ, നീ എനിക്ക് രാവിലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറയുകയാണ്. എനിക്ക് ചില്ലി ചിക്കനാണ് വേണ്ടത്. ആന്റിയമ്മയ്ക്ക് ഏതാണ് വേണ്ടത്, മട്ടൻ ചോപ്സ് ആണോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃപയുടെ ഫോണിൽ നിന്ന് ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്യുകയാണ്. അതിനുശേഷം കൃപയോട് പിന്നെ സാഗർ ഇതിന് കൊടുക്കാനുള്ള കാശ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃപ എന്റെ കയ്യിൽ കാശുണ്ട് അച്ഛാ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ നീ മിടുക്കിയാണ്, എല്ലാത്തിനും ഒരു കണക്കുണ്ടായിരിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് തരാനുള്ള ഈ കാശ് ഞാൻ തന്നു തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ സാഗർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകാതെ ആകെ പേടിച്ച് നിൽക്കുകയാണ് സുജാതയും കൃപയും ആന്റിയമ്മയും എല്ലാം. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷി കൺമണിയെ വിളിച്ച് എന്തിനാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛനും അമ്മയും കൺമണിയുടെ വീട്ടിൽ വന്നത് എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി ഉണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ്ണനോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണാകെ സങ്കടമാവുകയാണ്. തുറന്ന് കൃഷി ഫോൺ വെക്കുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗർ പറഞ്ഞ ഫുഡ് എത്തിയിരിക്കുകയാണ്. തുറന്ന് സാഗർ തന്നെ കൃപയും സുജാതി ആന്റിയമ്മയും അവിടെ വിളിച്ചിരുത്തി അവർക്കെല്ലാം ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് എന്തൊരു പന്തിക്കേട് തോന്നി സുജാതി ആന്റിയമ്മി സാഗറിനോട് ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ ആ ഞെട്ടിപ്പിക്കുന്ന സത്യം അവർ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ അലിക ജയമോനും മാനസിക്ക് കൈമാറാൻ പോവുകയാണ്. അതോടുകൂടി നമ്മുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് സങ്കടത്തോടുകൂടി പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ് ആന്റിയമ്മയും സുജാതയും. തുടർന്ന് സാഗർ പിന്നെ ഇവരെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങളാരും വിഷമിക്കേണ്ട, പേടിക്കേണ്ട, നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ അച്ഛനെ വിളിക്കുകയാണ്. തുടർന്ന് കൃപയും ആശ്വസിപ്പിക്കുകയാണ് സാഗർ, നിന്റെ കാര്യവും അച്ഛന് ഓർമ്മയുണ്ട് മോളെ, നീ അതോർത്തൊന്നും പേടിക്കേണ്ട, നിന്റെ കല്യാണം കെങ്കേമമായി നടത്തുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് ദേഷ്യമെന്ന് കൃപ പിന്നെ അച്ഛനോട് അതാണോ അച്ഛ ഇപ്പോൾ വലിയ കാര്യമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സാഗർ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന അലിയിൽ ചെന്ന സാഗർ ആ ഫയലുകളെല്ലാം ഒപ്പിട്ട് ജയമോഹനും മാനസിക്കും കൈമാറുകയാണ്. തുറന്ന് സാഗർ ദേവ്ജിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഈ അലിക ഇവർക്ക് കൈമാറട്ടെ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ദേവ്ജി സങ്കടം കൊണ്ട് സമ്മതം മൂടുകയാണ്. തുറന്ന് സാഗർ ആ ഫയല് ജയമോനും മാനസിക്കും കൈമാറുകയാണ്. അതിനുശേഷം സാഗർ പിന്നെ ഒരു മോട്ടിവേഷണൽ ക്ലാസ് ഇവർക്ക് കൊടുക്കുകയാണ്, ഒരു ഉപദേശം കൊടുക്കുകയാണ്. അലിഗയിലെ സ്റ്റാഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക്ക് നല്ല ദേഷ്യം വരികയാണ്. നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് ആ ഡയലോഗ് മാനസ സാഗറിന്റെ മുഖത്തടിച്ച പോലെ പറയുകയാണ്. അലിക ഞങ്ങൾക്ക് തന്നില്ലേ, ഇനി എന്തിനാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് തന്ന് ബോറടിപ്പിക്കുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ മനുഷ്യ. എന്നാൽ അത് കേട്ട് സാഗർ ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് സാഗർ പിന്നെ മാനസികയുടെ അടുത്ത് എന്നിട്ട് മാനസിയോട് നീ കേമിയാണ്, നീ മിടുക്കിയാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സാഗർ വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ്. തുടർന്ന് സാഗർ കൃഷ്ണനോട് അലിക ഞാൻ ഇവർക്ക് കൈമാറി എന്നുള്ള വേദനിപ്പിക്കുന്ന രഹസ്യം കൃഷ്ണനോട് പറയുകയാണ്. തുറന്ന് കൃഷി പിന്നെ അച്ഛനോട് അച്ഛനെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യത്തിനാണ്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. തുറന്ന് സാഗർ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി ജയമോഹനെ മാനസിക ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ്. അത് കണ്ട് ജയമോഹൻ പിന്നെ കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാടാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കുകയാണ്. എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത്, നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷി നേരെ ജയമോഹന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സാഗർ തന്നെയാണ് എൻ്റെ അച്ഛൻ. ഞാൻ എത്ര അനാഥനായാലും സാഗറിനെ തന്നെയാണ് ഞാൻ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളത്. സാഗർ ഇപ്പോഴും എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആ ബ്ലേഡുകാർക്ക് മുമ്പിൽ വെച്ച് നീ എൻ്റെ അച്ഛനോട് കാണിച്ചൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അത് തിരിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് ജയമോഹന്റെ മുഖത്തിട്ട് രണ്ട് പൊട്ടിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുകയാണ് മാനസികയുടെ. തുറന്ന മാനസ പിന്നെ കൃഷ്ണയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ മാനസിക നേരെ തിരിയുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിന്നെ പുറത്തു വെച്ച് കിട്ടും, നിനക്കുള്ള പണി ഞാൻ അവിടെ വെച്ച് തന്നോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി മാനസിയെ ഭീഷണിപ്പെടുത്തുകയാണ്. തുറന്ന് കൃഷി പിന്നെ ജയമോഹന്റെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ പറയുന്നത്, ഈ മകൾ കാരണം താൻ ശരിക്കും അനുഭവിക്കും, തന്റെ കഷ്ടകാലത്തിന്റെ കൗണ്ട് ഡൗൺ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അതിനുശേഷം കൃഷി പിന്നെ മാനസിയോട് നിനക്ക് വല്ല ഉളുപ്പുണ്ടോടി എന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടും നീ എന്തിനാടി എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് വല്ല ഉളുപ്പുണ്ടോടി, നീയൊക്കെ ഒരു പെണ്ണിഞ്ഞാണോ, നാണോ മാനം ഇല്ലാത്തവളെ, നിന്റെ യഥാർത്ഥ സ്വഭാവം നിന്റെ അച്ഛൻ വൈകാതെ തിരിച്ചറിയും. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത് ഞാൻ എന്തായാലും തിരിച്ചെടുത്തിരിക്കും. ഞാൻ സാഗറിന്റെ മകനാണ്, നിങ്ങൾ ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിക്കൊപ്പം അവിടെ നിന്ന് ഇറങ്ങുകയാണ്.
തുറന്ന് കൃഷി നേരെ പോകുന്ന സാഗറിന്റെ അടുത്തേക്കാണ്. തുറന്ന് കാണിക്കുന്ന സാഗർ അലിഗയിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് അലിഗയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.